നമസ്കാരം. ഞാൻ ദിനേശ് ഗംഗാധരൻ, കൊല്ലം. PSC പരീക്ഷകളിൽ മുഴുവൻ മാർക്കും നേടാൻ ആവശ്യമായ ക്ലാസ്സുകളാണ് ഇന്നു മുതൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യമായി ഒറ്റപ്പദങ്ങൾ എന്ന വിഭാഗത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. അറിയാൻ ആഗ്രഹിക്കുന്നവൻ എന്ന വിശദീകരണത്തിന് PSC അംഗീകരിച്ചിട്ടുള്ള ഒരേ ഒരു ഒറ്റപ്പദം എന്ന് പറയുന്നത് ജിജ്ഞാസു എന്നാണ്. എന്നാൽ അറിയാനുള്ള ആഗ്രഹമാണെങ്കിൽ അത് ജിജ്ഞാസയാണ്. അപ്പം അറിയാൻ ആഗ്രഹിക്കുന്നവൻ ജിജ്ഞാസു, അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഒറ്റപ്പദം പിപഠിഷു. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഒറ്റപ്പദം പിപാസു. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ബുഭുക്ഷു എന്നാണ്. അപ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്നവൻ ജിജ്ഞാസു, അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ, പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപഠിഷു, കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു, ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു. മോക്ഷം ആഗ്രഹിക്കുന്നവൻ മുമുക്ഷു. മോക്ഷം ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം മുമുക്ഷു എന്നാണ്. കാണാൻ ആഗ്രഹിക്കുന്നവൻ ഒറ്റപ്പദം ദിദൃക്ഷു. കാണാൻ ആഗ്രഹിക്കുന്നവൻ ഒറ്റപ്പദം ദിദൃക്ഷു. പറയാൻ ആഗ്രഹിക്കുന്നവൻ വിവക്ഷു. എന്നാൽ പറയാനുള്ള ആഗ്രഹമാണെങ്കിൽ വിവക്ഷ എന്നാണ് പറയുക. ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദമോ ജിഗീഷു എന്നാണ്. ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഒറ്റപ്പദം ജിഗീഷു. കടക്കാൻ ആഗ്രഹിക്കുന്നവൻ്റെ ഒറ്റപ്പദം തിതീർഷു. കടക്കാൻ ആഗ്രഹിക്കുന്നവൻ്റെ ഒറ്റപ്പദം തിതീർഷു. അതുപോലെ കൊല്ലാൻ ആഗ്രഹിക്കുന്നവൻ ജിഖാംസു. കൊല്ലാൻ ആഗ്രഹിക്കുന്നവൻ്റെ ഒറ്റപ്പദം ജിഖാംസു എന്നാണ്. പുരോഗമനം ആഗ്രഹിക്കുന്നവൻ ഒറ്റപ്പദം ഉൽപതിഷ്ണു. പുരോഗമനം ആഗ്രഹിക്കുന്നവൻ്റെ ഒറ്റപ്പദം ഉൽപതിഷ്ണു. എന്നാൽ പുരോഗമനം ആഗ്രഹിക്കാത്തവൻ അതിൻ്റെ ഒറ്റപ്പദം യാഥാസ്ഥിതികൻ എന്നാണ്. ഉൽപതിഷ്ണു എന്ന വാക്കിൻ്റെ വിപരീതമാണ് യാഥാസ്ഥിതികൻ. അപ്പോൾ പുരോഗമനം ആഗ്രഹിക്കുന്നവൻ ഉൽപതിഷ്ണു, പുരോഗമനം ആഗ്രഹിക്കാത്തവൻ യാഥാസ്ഥിതികൻ. അതുപോലെ ഉയർച്ച ആഗ്രഹിക്കുന്നവനാണ് എന്താണ് ഉത്കർഷേച്ഛു. ഉയർച്ച ആഗ്രഹിക്കുന്നവൻ്റെ ഒറ്റപ്പദം ഉത്കർഷേച്ഛു. എന്നാൽ മറ്റുള്ളവരുടെ ഉയർച്ചയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് അഭ്യുദയകാംക്ഷി എന്നാണ്. അപ്പോൾ പുരോഗമനം ആഗ്രഹിക്കുന്നവൻ ഉൽപതിഷ്ണു, പുരോഗമനം ആഗ്രഹിക്കാത്തവൻ യാഥാസ്ഥിതികൻ, ഉയർച്ച ആഗ്രഹിക്കുന്നവൻ ഉത്കർഷേച്ഛു, മറ്റുള്ളവരുടെ ഉയർച്ച ആഗ്രഹിക്കുന്നവൻ ആരാണ്? അഭ്യുദയകാംക്ഷി.
ഇനി എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നവൻ. ഇനി എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നവൻ. അതിൻ്റെ ഒറ്റപ്പദം എന്ന് പറയുന്നത് ഇതി കർത്തവ്യതാ മൂഢൻ. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവൻ. ഒറ്റപ്പദം ഇതി കർത്തവ്യതാ മൂഢൻ. ഇതി കർത്തവ്യതാ മൂഢൻ. അതുപോലെ സന്ദർഭത്തിനനുസരിച്ച് തോന്നുന്ന ബുദ്ധി. അപ്പോൾ തോന്നുന്ന ബുദ്ധി എന്നും പറയാം. സന്ദർഭത്തിനനുസരിച്ച് തോന്നുന്ന ബുദ്ധി എന്ന് പറയുന്നത് പ്രത്യുൽപ്പന്ന മതിത്വം എന്ന് പറയും. സന്ദർഭത്തിനനുസരിച്ച് തോന്നുന്ന ബുദ്ധി. ഒറ്റപ്പദം പ്രത്യുൽപ്പന്ന മതിത്വം. സന്ദർഭത്തിനനുസരിച്ച് തോന്നുന്ന ബുദ്ധി പ്രത്യുൽപ്പന്ന മതിത്വം. അടുത്തതെന്ന് പറയുന്നത് സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥ. ഒരാൾ സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആ ഒരവസ്ഥയ്ക്ക് പറയുന്നത് സ്വപ്രത്യയസ്ഥൈര്യം എന്നാണ്. സ്വപ്രത്യയസ്ഥൈര്യം. സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളുടെ അവസ്ഥയ്ക്ക് പറയുന്നത് സ്വപ്രത്യയസ്ഥൈര്യം എന്നാണ്. ഇനി അടുത്ത് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പിൽ വരുന്നതാണ്. അതായത് മറക്കാൻ പറ്റാത്തത്. അതിൻ്റെ ഒറ്റപ്പദം അവിസ്മരണീയം എന്നാണ്. മറക്കാൻ പറ്റാത്തത് എന്നതിൻ്റെ ഒറ്റപ്പദം അവിസ്മരണീയം എന്നാണ്. എന്നാൽ എക്കാലവും സ്മരിക്കപ്പെടുന്നത്. എക്കാലവും സ്മരിക്കപ്പെടുന്നത്. അതിൻ്റെ ഒറ്റപ്പദം ചിരസ്മരണീയം എന്നാണ്. എക്കാലവും സ്മരിക്കപ്പെടുന്നത്. ഒറ്റപ്പദം എന്താണ്? ചിരസ്മരണീയം എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം സ്മരിക്കപ്പെടേണ്ടവൻ. ഇപ്പോൾ ഗാന്ധിജി എന്ന് പറയുന്ന നേതാവ് ആദ്യം സ്മരിക്കപ്പെടേണ്ട നേതാവാണ്. അപ്പം ആദ്യം സ്മരിക്കപ്പെടേണ്ടവൻ എന്ന അർത്ഥത്തിൽ പറയുന്ന പദമാണ് പ്രാതസ്മരണീയൻ. അപ്പോൾ ആദ്യം സ്മരിക്കപ്പെടേണ്ടവൻ എന്ന അർത്ഥത്തിൽ പറയേണ്ട പദം എന്താണ്? പ്രാതസ്മരണീയൻ എന്നാണ്. മനസ്സിലായോ? ഇനി അടുത്ത് നോക്കൂ. വേദശാസ്ത്ര പണ്ഡിതനാണ് വൈദികൻ. വേദശാസ്ത്ര പണ്ഡിതൻ. ഒറ്റപ്പദം വൈദികൻ. അതുപോലെ തർക്കശാസ്ത്ര പണ്ഡിതൻ താർക്കികൻ. തർക്കശാസ്ത്ര പണ്ഡിതൻ താർക്കികൻ എന്ന് പറയും. അടുത്തത് ന്യായശാസ്ത്ര പണ്ഡിതൻ നൈയാമികൻ. ന്യായശാസ്ത്ര പണ്ഡിതൻ ആരാണ്? നൈയാമികൻ ആണ്. അതുപോലെ മറുകര കണ്ടവൻ. ഒരു വിഷയത്തിൻ്റെ മറുകര കണ്ടവൻ എന്ന അർത്ഥത്തിൽ പറയാൻ പറ്റുന്ന പദമാണ് പാരംഗതൻ. ഒരു വിഷയത്തിൻ്റെ മറുകര കണ്ടവൻ. അപ്പോൾ മറുകര കണ്ടവൻ എന്ന അർത്ഥത്തിൽ പറയേണ്ട പദമാണ് പാരംഗതൻ. ഇനി ഈശ്വരവിശ്വാസമില്ലാത്തവൻ എന്നതിൻ്റെ ഒറ്റപ്പദം എന്തായിരിക്കും? ഈശ്വരവിശ്വാസമില്ലാത്തവൻ എന്നതിൻ്റെ ഒറ്റപ്പദം നാസ്തികൻ എന്നാണ്. അപ്പം ഈശ്വരവിശ്വാസമില്ലാത്തവൻ അതിൻ്റെ ഒറ്റപ്പദം നാസ്തികൻ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈശ്വരവിശ്വാസമുള്ളവൻ നാസ്തികൻ്റെ വിപരീതമാണ്. ഈശ്വരവിശ്വാസമുള്ളവൻ ഒറ്റപ്പദം എന്ന് പറയുന്നത് ആസ്തികൻ എന്നാണ്. അപ്പം നാസ്തികൻ എന്ന് പറഞ്ഞാൽ ഈശ്വരവിശ്വാസം ഇല്ലാത്തവൻ, ആസ്തികൻ എന്ന് പറഞ്ഞാൽ ഈശ്വരവിശ്വാസം ഉള്ളവൻ. എന്നാൽ ഈശ്വരവിശ്വാസമില്ലാത്ത ആ ഭാവം, അതായത് ഈശ്വരനില്ല എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഈശ്വരനില്ല എന്ന വാദം, അതിനൊരു പേരുണ്ട്. ഈശ്വരനില്ല എന്ന വാദം അതെന്താണെന്നറിയാമോ? അതാണ് നാസ്തിക്യം. ആണോ? ഈശ്വരനില്ല എന്ന വാദമാണ് നാസ്തിക്യം. എന്നാൽ അതിൻ്റെ വിപരീതം ഈശ്വരനുണ്ട് എന്ന വാദമാണ് ആസ്തിക്യം. അപ്പോൾ ഈശ്വരനില്ല എന്ന വാദം നാസ്തിക്യം, ഈശ്വരൻ ഉണ്ട് എന്ന വാദം ആസ്തിക്യം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും മാത്രം. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ
ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റ് വീഡിയോകൾ കൂടി കാണാൻ നിങ്ങൾക്ക് പറ്റുന്നതാണ്. നന്ദി, നമസ്കാരം.